أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وأصحابه أجمعين. തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഉടലെടുത്ത അവാന്തര വിഘടനവാദ ആശയങ്ങളെക്കുറിച്ചും ഗ്രൂപ്പുകളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബിയുടെയും അബൂബക്കർ, ഉമർ എന്നീ ഖലീഫമാരുടെയും കാലത്ത് നിശബ്ദരായി കഴിഞ്ഞിരുന്ന കപടവിശ്വാസികൾ ചില ജൂതരുടെ നേതൃത്വത്തിൽ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണങ്ങൾ അയച്ചുവിടുകയും അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മുനാഫിക്കുകളുടെ സ്വാധീന ഫലമായി സ്വന്തം നിലയിൽ ഖുർആൻ വ്യാഖ്യാനിച്ച് ഖവാരിജുകൾ രംഗത്തു വന്നു. നബിയും സ്വഹാബത്തും അവലംബിച്ച സരണിയിൽ അഥവാ സുന്നത്തു വൽ ജമാഅ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും വ്യതിചലിച്ച് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സംഘടിത വിഭാഗം ഖവാരിജുകളാണ്. സുഫീനിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാൻ അബു മുസൽ അശ്അരിയെയും അംർ ഇബ്നുൽ ആസിനെയും മധ്യസ്ഥരായി നിശ്ചയിച്ചപ്പോൾ അതിനെ എതിർക്കുകയും ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്താവ് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞ് പുറത്തു പോകുകയും ചെയ്തവർ എന്നർത്ഥത്തിലാണ് ഇവർക്ക് ഖവാരിജ് എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ മധ്യസ്ഥരുടെ വിധി ധിക്കരിച്ചുകൊണ്ട് ഹക്കമിയ എന്നും കൂഫയിലെ ഹറൂറ എന്ന സ്ഥലത്ത് സംഘടിച്ചതുകൊണ്ട് ഹറൂറിയ എന്നും ഇവർക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട്. പ്രമുഖ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി സംവാദം നടത്തുകയും അവരുടെ വാദങ്ങളിലെ അർത്ഥശൂന്യത വ്യക്തമാവുകയും ചെയ്തതിനെ തുടർന്ന് 8,000-ഓളം പേർ സത്യം മനസ്സിലാക്കി ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന് കീഴടങ്ങി. എന്നാൽ പിന്നെയും 4,000 പേർ നെഹ്റുവാനിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ സംഘടിച്ചു. അലി റളിയല്ലാഹു അൻഹു അവരെ നാമാവശേഷമാക്കിയെങ്കിലും അവശേഷിച്ചവർ വിവിധ നാടുകളിലേക്ക് ഒളിച്ചോടിപ്പോയി. അവരുടെ പിൻഗാമികൾ ഇന്നും പല നാടുകളിലുമുണ്ട്. ഖവാരിജുകളെ നേരിട്ടത് സ്വഹാബികൾ ഒന്നിച്ചാണ്, ഒന്നടങ്കമാണ്. മുനാഫിക്കുകളുടെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഇവരുടെ മാർഗഭ്രംശം വ്യക്തമായിരുന്നു. മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുക്കാനിടയുള്ള നിരവധി വിഭാഗങ്ങളെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് പറയുകയുണ്ടായി, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ وستفترق هذه الأمة على 73 فرقة كلها في النار إلا واحدة قيل من هي يا رسول الله قال من كان على مثل ما أنا عليه وأصحابي افترقت اليهود على 71 فرقة തീർച്ചയായും ജൂതന്മാർ 71 വിഭാഗമായി. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി. വസതഫ്തരിഖു ആദിൽ ഉമ്മ, ഈ ഉമ്മത്ത്, ഈ സമുദായം പിന്നീട് അലാ 73 ഫിർഖ, 73 വിഭാഗമാകും. കുല്ലുഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഖീല, അപ്പോൾ ആരോ ചോദിച്ചു നബിയോട്, മൻഹിയ യാ റസൂലല്ലാഹ്, ആ വിഭാഗം ഏതാണ് നബിയെ? ഖാല മൻ കാന അലാ മിസ്ൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ തിരുസഖാക്കളായ സ്വഹാബികളും ഏതൊരു വഴിയിലൂടെയാണ്, സരണിയിലൂടെയാണ് ചലിച്ചത്, ആ സരണിയിലൂടെ ചലിക്കുന്നവരാണ്, അതിനെ പിൻപറ്റുന്നവരാണ് ആ വിഭാഗം. ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ശരീഖ് ഇബ്നു ശിഹാബ് എന്നവർ പറഞ്ഞു, ഖവാരിജുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു നടക്കുകയായിരുന്നു. അപ്പോഴാണ് അബൂ ബർസത്തുൽ അസ്ലമി ഏതാനും കൂട്ടുകാർക്കൊപ്പം ഒരു പെരുന്നാൾ ദിവസം ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജുകളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? മഹാൻ പറഞ്ഞു, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കരികിൽ കുറച്ച് ധനം ആരോ കൊണ്ടുവന്നു. അവിടെ നിന്ന് വീതിക്കുകയായിരുന്നു. വലതുഭാഗത്തുള്ളവർക്കും ഇടതുഭാഗത്തുള്ളവർക്കും അവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ പിറകിൽ നിന്നൊരാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ നീതി ചെയ്തിട്ടില്ല. മുടിജട പിടിച്ച ഒരു കറുത്ത മനുഷ്യനായിരുന്നു അത്. 2 വെള്ള വസ്ത്രം അയാൾ ധരിച്ചിരുന്നു.
അപ്പോൾ അവിടുന്ന് കഠിനമായി രോഷം കൊണ്ട് തിരുനബി പറഞ്ഞു, എന്നെക്കാൾ നീതിമാനായ ഒരാളെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. പിന്നെ അവിടുന്ന് വിശദീകരിച്ചു, പിൽക്കാലത്ത് ഒരു കൂട്ടർ വരും, ഇവർ അത്തരക്കാരിൽ പെട്ടവരാണ്. അവർ ഖുർആൻ ഓതും, പക്ഷേ അതവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴോട്ടിറങ്ങില്ല. അമ്പ് വേട്ടമൃഗത്തെ തുളച്ച് പുറത്തു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്നും പുറത്തു പോകും. മുടി വടിക്കലാണ് അവരുടെ ലക്ഷണം. അവർ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. അവരുടെ അവസാന സംഘം മസീഹ് ദജ്ജാലിന്റെ കൂടെയായിരിക്കും. നിങ്ങൾ അവരെ കണ്ടാൽ മനസ്സിലാക്കുക, അവർ രൂപവും ഭാവവും വൃത്തികെട്ടവരാണ്. വിശ്വാസികളുടെ ബാഹ്യലക്ഷണങ്ങളെല്ലാം പ്രകടിപ്പിച്ചിട്ട് പോലും തിരുനബി ചര്യയെയും സ്വഹാബികളുടെ ജമാഅത്തിനെയും അവഗണിച്ചു എന്ന ഏക കാരണത്താൽ ഖവാരിജുകളെ തിരിച്ചറിയാൻ അത് രണ്ടും അംഗീകരിച്ചിരുന്ന അക്കാലത്തെ മുസ്ലിങ്ങൾക്ക്, അഹ്ലുസുന്ന വൽ ജമാഅക്ക് പ്രയാസമുണ്ടായില്ല. ഊർജ്ജസ്വലതയും ആദർശ തീവ്രതയും ഖവാരിജുകളുടെ മുഖമുദ്രയായിരുന്നു. ആരാധനകളിലും സൽക്രമങ്ങളിലും അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നിസ്കാരവും നോമ്പും കൃത്യമായി നിർവഹിച്ചിരുന്നു. കളവ് പറയില്ലെന്ന് അഭിനയിച്ചിരുന്നു. ഖുർആൻ പാരായണം ചെയ്തിരുന്നു. നരകത്തെപ്പറ്റി കേൾക്കുമ്പോൾ കണ്ണീർ വാർത്തിരുന്നു. സ്വന്തം ആശയത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിരുന്നു. ഇതായിരുന്നു ഖവാരിജുകളുടെ പ്രത്യേകതകൾ. നെഹ്റുവാനിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഖവാരിജ് നേതാവ് ഹർഖൂസ് ബിനു സുഹൈർ പോർവിളി നടത്തി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ ത്വാലിബിന്റെ പുത്ര, അള്ളാഹുവിന്റെ പ്രീതിയും പരലോക മോക്ഷവും കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോരാടുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പ്രതികരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് ഓതി കേൾപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിനിക്ക്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പറയുക, കർമ്മങ്ങളിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചവരെ പറ്റി നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പരിശ്രമം പിഴച്ചു പോയവരാണവർ. അവരാണെങ്കിലോ തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് ധരിക്കുകയും ചെയ്യുന്നു. ഈ ഖുർആനിക വാക്യം നിങ്ങളിൽ അന്വർത്ഥ്യമായിരിക്കുന്നു എന്നാണ് അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്. നെഹ്റുവാനിലെ യുദ്ധത്തിൽ ഖവാരിജുകളിലേറെയും വധിക്കപ്പെട്ടു. വിവിധ നാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ 9 പേരാണ്. 2 പേര് സിജിസ്ഥാനിലേക്കും 2 പേര് യമനിലേക്കും 2 പേര് ഒമാനിലേക്കും 2 പേര് ജസീറയിലേക്കും ഒരാൾ മുറൂൻ കുന്നിലേക്കും ഓടി രക്ഷപ്പെട്ടു. അവരിലൂടെ അവിടങ്ങളിൽ അനുയായികളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജുകളെ പറ്റി പ്രവചിച്ച കൂട്ടത്തിൽ അവരുടെ നേതാവിനെ പറ്റി കക്ഷത്തിന് സമീപം സ്ത്രീകളുടെ സ്തനം പോലെയുള്ളവൻ അഥവാ ദുസ്സദിയ് എന്ന് പരിചയപ്പെടുത്തിയിരുന്നു. നെഹ്റുവാനിൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ അയാളുണ്ടായിരുന്നു. അയാളായിരുന്നു അവർക്ക് നേതൃത്വം നൽകിയിരുന്ന ഫർഖൂസ്. അവനെ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവും പ്രവാചകനും പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുന്നു. പിൽക്കാലത്ത് ഖവാരിജുകൾ 20-ൽ പരം ഗ്രൂപ്പുകളായി പിരിയുകയുണ്ടായി. വ്യത്യസ്ത വാദമുഖങ്ങളും വീക്ഷണങ്ങളുമാണ് പലർക്കുമുള്ളത്. എന്നാൽ ഖലീഫമാരായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മധ്യസ്ഥരായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തവർ, മധ്യസ്ഥന്മാർ അംഗീകരിച്ചവർ, ഇവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറുകളാണെന്നും അക്രമിയായ ഭരണാധിപനെതിരെ വിപ്ലവം നടത്തൽ നിർബന്ധമാണെന്നും എല്ലാ ഖവാരിജ് ഗ്രൂപ്പുകളും വിശ്വസിക്കുകയും ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ അവർക്ക് വിശ്വാസമില്ല. ഷഫാഅത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഹൗദുൽ കൗസറിൽ അവർക്ക് വിശ്വാസമില്ല. വൻദോഷമോ ചെറുദോഷമോ ചെയ്താൽ കാഫിറാകുമെന്നാണ് അവരുടെ വാദവും വിശ്വാസവും. നിസ്കാര സമയം വിട്ട് പിന്തിപ്പിക്കാം, മാസപ്പിറവി കാണുന്നതിന് മുമ്പ് നോമ്പനുഷ്ഠിക്കാം, പെരുന്നാൾ ആഘോഷിക്കാം, വലിയില്ലാതെ നിക്കാഹ് ചെയ്യാം, താൽക്കാലികമായ നിക്കാഹ് മുത്അ ചെയ്യാം, അനുവദനീയമാണ്. പലിശ തെറ്റില്ല. പൂർണ്ണ വുളൂഅ് ചെയ്തു നിബന്ധന ഒത്ത കാലുറ ധരിച്ച ശേഷം അശുദ്ധി ഉണ്ടായാൽ വുളൂഅ് ചെയ്യുമ്പോൾ കാലുറ തടവിയാൽ മതി എന്ന നബി ചര്യ സ്വീകാര്യമല്ല. അഥവാ കുഫ തടവുക എന്ന് പറയുന്ന മസ്അല അവർക്ക് സ്വീകാര്യമല്ല. മുസ്ലിം ലോകത്തിന് ഇമാം, ഒരു ഭരണാധിപൻ നിർബന്ധമില്ല. ഖുർആനെ പറ്റിയുള്ള അറിവ് മാത്രം മതി എന്ന് വാദിക്കുന്ന നജ്തദ് വിഭാഗം, നജ്തദ് ബിൻ ആമിറിന്റെ അനുയായികൾ, വിവാഹിതനായ വ്യഭിചാരിക്ക് കല്ലേറില്ല, സൽവൃത്തരെ വ്യഭിചാര ആരോപണം നടത്തിയ പുരുഷന് ശിക്ഷയില്ല, സ്ത്രീക്ക് മാത്രമേ ശിക്ഷയുള്ളൂ എന്നിങ്ങനെ വാദമുള്ള അസാരിഖ കക്ഷി റാഫിദ് ബിൻ അസ്റഖിന്റെ അനുയായികളാണവർ. പുത്രിമാരെയും പൗത്രിമാരെയും സഹോദരി പുത്രന്മാരെയും വിവാഹം കഴിക്കാമെന്നും യൂസുഫ് സൂറത്ത് ഖുർആനിൽ പെട്ടതില്ലെന്നും വാദിച്ച മൈമൂനിയ
സൃഷ്ടികളുടെ പ്രവൃത്തികൾ അള്ളാഹു സൃഷ്ടിക്കുന്നതില്ലെന്നും പ്രവർത്തിക്കുവാനുള്ള കഴിവ് അപ്പോൾ അള്ളാഹു തരുന്നതല്ലെന്നും വാദിക്കുന്ന ജാസിമിയ, മാതാപിതാക്കളെ വധിക്കാമെന്നും വാദിച്ച ഷംറാഇയ്യ എന്ന വിഭാഗം, നിസ്കാരം പ്രഭാതത്തിലല്ല പ്രദോഷത്തിലാണ്, വൈകുന്നേരമാണുള്ളതെന്നും അത് തന്നെ ഈ 2 റക്അത്തുകൾ മാത്രമേ ഉള്ളൂ എന്നും വാദിച്ച ബിദ്അഇയ്യ തുടങ്ങിയ പല ഗ്രൂപ്പുകളും ഖവാരിജികളിലുണ്ട്. നേതാക്കളുടെ പേര് ചേർത്തിയാണ് ഓരോ വിഭാഗവും അറിയപ്പെടുന്നത്. ഇവരുടെ കൗതുകരമായ വാദങ്ങൾ അബ്ദുൽ ഖാഇറുൽ ബഗ്ദാദി തന്റെ അൽ ഫിറഖിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഗുനിയത്തിലും ഇത് സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളെ പോലെ മരിച്ചുപോയ സജ്ജനങ്ങളുടെ മഹത്വം മുൻനിർത്തി തവസ്സുൽ ചെയ്തത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഖവാരിജികൾ വാദിച്ചിരുന്നുവെന്ന് ഇമാം സ്വാബി പറയുന്നുണ്ട്. അലി റളിയല്ലാഹുവിനെതിരെ രംഗത്തിറങ്ങിയവരുടെ മാർഗഭ്രംശത്തിനുള്ള പ്രധാന കാരണം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതും സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞതുമാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു, അവർ സത്യനിഷേധികളായ കാഫിറുകളുടെ കാര്യത്തിൽ അവതരിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളുടെ മേൽ ആരോപിക്കുകയാണ് ചെയ്തിരുന്നത്. അലി റളിയല്ലാഹുവിന് ശേഷം മുആവിയ റളിയല്ലാഹു, അബ്ദുൽ മലിക്, ഹജ്ജാജ് തുടങ്ങിയവർ ഖവാരിജകളുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അബ്ബാസിയ കാലഘട്ടത്തിലും അവരുമായി യുദ്ധം നടന്നിട്ടുണ്ട്. ഹാറൂൻ റഷീദ് അവരുടെ സംഘടിത ശക്തി തകർത്തു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും മറ്റുമായി ഇവരുടെ താവഴിക്കാര്, പിന്മുറക്കാര് ചിതറിക്കിടക്കുന്നു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഷിഈ പ്രസ്ഥാനത്തിന്റെയും വരവ്. മുസ്ലിം ലോകത്ത് വൻ കുഴപ്പങ്ങൾക്ക് വഴിമരുന്നിട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന്റെയും തുടർന്നുണ്ടായ വൻ വിപത്തുകളുടെയും പ്രേരക ശക്തി അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതനായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഇബ്നു സബ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചു. ഖലീഫയാകാൻ ഏറ്റവും അർഹൻ അലി റളിയല്ലാഹു അൻഹു ആണെന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് അംഗീകരിക്കപ്പെട്ടുകൂടാത്തതാണെന്നുമുള്ള ചിന്താഗതി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. തിരുനബിയുടെ യഥാർത്ഥ പിൻഗാമി അലിയാണെന്ന് വാദിച്ചു. ഇമാം അലിയാണ് പ്രവാചകന്റെ ശേഷം ഖലീഫയാവേണ്ടതെന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ എന്നിവർ പ്രസ്തുത സ്ഥാനം വഹിച്ചത് ശരിയായില്ലെന്നുമാണ് ഷിഈകളുടെ സിദ്ധാന്തം. എന്നാൽ ഈ ചിന്താഗതി ബഹുഭൂരിഭാഗം സ്വഹാബത്തിന്റെയും ഇജ്മാഇന് എതിരായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ പക്ഷം തിരിഞ്ഞ് യുദ്ധമുണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിലകൊണ്ടവർക്ക് ഷിഅത്ത് അലി അഥവാ അലി പക്ഷം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർ പിയച്ച ഷിഈ പ്രസ്ഥാനമായിരുന്നില്ല. അവരുമായി യാതൊരു ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ അവരിൽ ചിലർക്ക് അലിക്ക് വേണ്ടിയുള്ള തെറ്റായ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം അവരെ ശക്തമായി നേരിടുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് ഹിജ്റ 27 മുതലാണ് ഇതൊരു ഗ്രൂപ്പായി രൂപം പ്രാപിച്ചതും അത്യന്തം വഴിപിയച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതും. പിന്നീട് വിവിധ ശാഖകളും ഉപശാഖകളുമായി ഭിന്നിച്ച ഷിഈകളിൽ ചിലരുടെ വാദങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയും ഒക്കെ ദൈവമാക്കുന്നിടത്തോളം എത്തിയിരുന്നു. അതുപോലെ മറ്റൊരു അവാന്തര വിഘടനവാദ ആശയക്കാരായിരുന്നു ഖദ്രിയാക്കൾ. വഴിപിയച്ചവരെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നറിയിപ്പ് നൽകിയ ഖദ്രിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ നല്ലാം എന്ന വ്യക്തിയാണ്. ഖദറിനെ നിഷേധിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇബ്നു മസ്ഊദിനെ പോലുള്ള സ്വഹാബികൾ പിയച്ചവരാണ്. സ്വഹാബത്തിന്റെ ഏകകണ്ഠ അഭിപ്രായത്തെ പോലും അവർ അംഗീകരിച്ചിരുന്നില്ല. ഉറങ്ങിയാൽ ഒന്നും മുറിയില്ല, ഫർള് നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഖളാ വീട്ടേണ്ടതില്ല തുടങ്ങിയ ആശയങ്ങളുടെ യഥാർത്ഥ ഉപജ്ഞാതാവ് നല്ലാമായിരുന്നു. ഈ വസ്തുത വിവരിച്ച ശേഷം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മനഃപൂർവ്വം ഒഴിവാക്കിയ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ലെന്ന നല്ലാമിന്റെ വാദം നിസ്കാരം നിർബന്ധമാണെന്ന വസ്തുത നിഷേധിക്കുന്നതിന് തുല്യമാണ്. സ്വഹാബത്തിലെ പ്രധാനിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തേജോവധം ചെയ്യുകയും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന വ്യക്തി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത് ആദ്യമായി നല്ലാമായിരുന്നു. 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ 1 മാത്രമേ ആകൂ എന്ന വിചിത്രവാദം ആദ്യം ഉന്നയിച്ചതും ഇയാൾ തന്നെയായിരുന്നു. ഖദർ നിഷേധികളായ പുത്തനാശയക്കാരുമായി നിങ്ങൾ കൂടിയിരിക്കുകയോ അവരോട് ആവശ്യങ്ങൾ ചോദിക്കുകയോ വിധി തേടുകയോ ചെയ്യരുതെന്നും അവർ രോഗികളായാൽ സന്ദർശിക്കുകയോ മരിച്ചാൽ സന്നിഹിതരാവുകയോ ചെയ്യരുതെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിൽ 2 വിഭാഗങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിൽ അവർക്ക് ഒരു വിഹിതവുമില്ല.
ഖദരിയത്തും മുർജിയത്തുമാണവർ. ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം കൂഫയിൽ പ്രത്യക്ഷപ്പെട്ട മുർജിഅ വിഭാഗത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു. ഹമ്മാദ് ബിൻ സുലൈമാൻ എന്ന ഒരാളായിരുന്നു ഇതിന്റെ പ്രധാന വക്താവ്. ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വൻകുറ്റവും ചെയ്താലും ഒരു കുഴപ്പവുമില്ലെന്നായിരുന്നു അയാളുടെ നിലപാട്. ഈമാൻ ഉണ്ടാവുക എന്നാൽ ഹൃദയത്തിൽ വിശ്വാസമുണ്ടാവുക മാത്രമാണെന്നും കർമ്മങ്ങൾ അതിനാവശ്യമില്ലെന്നും അയാൾ സിദ്ധാന്തിച്ചു. അവർ 12 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോയതായി ഇമാം അശ്അരി തന്റെ മഖാലാത്തുൽ ഇൻസാനിയീനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈമാൻ നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ മതിയാകും, ഹൃദയത്തിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് വാദിച്ചവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇസ്ലാമിക ലോകത്ത് കോളിളക്കമുണ്ടാക്കിയ സുന്നി വിരുദ്ധ ചിന്താ പ്രസ്ഥാനമായിരുന്നു മുഅ്തസില. ഖദരിയ പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ തന്നെയാണിവർ. പ്രമുഖ താബിഈ പണ്ഡിതനായിരുന്ന ഹസനുൽ ബസ്രിയുടെ വിജ്ഞാന സദസ്സിൽ വരാറുണ്ടായിരുന്ന വാസിൽ ഇബ്നു അത്വാ എന്ന വ്യക്തിയായിരുന്നു ഇതിന്റെ പ്രചാരകൻ. ഹസൻ ബസ്രിയുടെ സദസ്സിൽ ഒരിക്കൽ വൻദോഷത്തെപ്പറ്റി ചർച്ച വന്നു. വൻദോഷി മുസ്ലിമോ കാഫിറോ അല്ലാത്ത ഒരവസ്ഥയിലാണെന്ന് വാസിൽ വാദിച്ചു. അത്തരമൊരു ഇടനില ഇല്ലെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇത് കേട്ട ഹസൻ ബസ്രി അവർ നാമുമായി വിഘടിച്ചു എന്ന് പറഞ്ഞു. അതുമുതൽ വിഘടിച്ചവർ എന്നർത്ഥമുള്ള മുഅ്തസില എന്ന പേരിൽ അവർ പ്രസിദ്ധരായി. നബിചര്യയെയും സ്വഹാബികളുടെ ജമാഅത്തിനെയും നിരാകരിക്കുകവഴി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഏത് പുത്തൻവാദങ്ങളും ഉന്നയിക്കാൻ അവർക്ക് ഒട്ടും വൈമനസ്യമുണ്ടായിരുന്നില്ല. താബികളുടെ കാലമായിരുന്നു അത്. സ്വഹാബികളുടെ തൊട്ടടുത്ത കാലഘട്ടം. സ്വഹാബികളെപ്പോലെ നബിചര്യകൾ നേരിട്ട് ഉദ്ധരിക്കുന്നവർ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്റെയും സന്മാർഗസിദ്ധരായ എന്റെ സ്വഹാബികളുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. സ്വഹാബി കന്നുജൂം ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറഞ്ഞ എന്ന നബിവചനത്തെ അവലംബിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവർക്ക് എളുപ്പവുമായിരുന്നു അത്. നിരവധി സ്വഹാബി ശിഷ്യർ അന്നുണ്ടായിരുന്നു. അതിനാൽ നബിചര്യയും സ്വഹാബികളുടെ ഏകകണ്ഠ വിധികളും മുന്നിൽ വെച്ച് ആശയരൂപീകരണം നടത്തുന്നതിൽ താബിഈ പണ്ഡിതന്മാർ ബദ്ധശ്രദ്ധരായി. കിട്ടാവുന്നിടത്തോളം ഹദീസുകളും സ്വഹാബികളുടെ മാതൃകകളും അവർ ശേഖരിച്ചു. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ കർമ്മശാസ്ത്ര രംഗത്തും ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ വിശ്വാസ കാര്യങ്ങളിലും പ്രസ്തുത സരണി അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയെ അവലംബിച്ച് ഗവേഷണ പഠനം നടത്തിയ അക്കാലത്തെ ദിശനാശാലികളാണ്.